ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അനിമ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത്, നമ്മള് കുറച്ചു പേരെ ഒരു മഴയുടെ കെയറിങ്ങിന്റെ ഭാഗമായിട്ട് മഴയിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചു പേരെ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു പേരല്ല, ഒരുമാതിരി എല്ലാവരെയും. കാരണം നല്ല ഭീകര മഴയായിരുന്നല്ലോ. അപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഒരു ട്രിക്ക് പ്രയോഗിച്ചതാണ് കേട്ടോ. അല്ലാതെ വേറെ ഒരു നിവർത്തിയില്ലാണ്ടായിപ്പോയി. കാരണം മഴ ഒരു ദിവസം പോലും കഴിഞ്ഞ ചൊവ്വാഴ്ച തുടങ്ങിയിട്ട് ഇന്നിപ്പോ തിങ്കളാഴ്ച, ഇന്ന് വരെയും, ഇന്നിപ്പോ രാവിലെയാണ് ഒരിത്തിരി വെയിൽ കാണുന്നത്. അപ്പൊ അതിനു മുമ്പേ ഞാനെടുത്ത് അതിനു മുമ്പ് നല്ലൊരു ഭീകര മഴ ഉണ്ടായിരുന്നില്ല. അപ്പോ ഇവരെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ ഒരു വഴി ഞാൻ കാണിച്ചതാണ്. അപ്പൊ എന്താണ് നമ്മൾ അടീനിയത്തിനെ സേവ് ചെയ്യാൻ ചെയ്തേക്കണമെന്ന് ഒന്ന് കണ്ടാലോ? വരും. ഇതാ കണ്ട, മഴ ആയതുകൊണ്ട് ഞാൻ എല്ലാവരെയും ആ പോട്ടിംഗ് മിക്സിയിൽ നിന്ന് ഒന്ന് എടുത്ത് പൊക്കി വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. ഞാൻ ഈ രീതിയിലാണ് എല്ലാത്തിനെയും ഒന്ന് സേവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം മഴ ഒരു രക്ഷയില്ലല്ലോ, നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ അതിൻ്റെ ഇടക്കൊരു വെയിലൊക്കെ വരുമ്പോഴത്തേക്കും ഇത് കണ്ട, ഇല മുഴുവനും കൊഴിഞ്ഞ് ഇതൊരു ഡിസംബർ വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇല കൊഴിച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോ ഇതാ കണ്ട, എല്ലാവരെയും ഞാനിങ്ങനെ പോട്ടിങ് മിക്സിന്ന് എടുത്തൊന്ന് പൊക്കി വെച്ചേക്കാണ് കേട്ടോ. ആ പോട്ടിൽ തന്നെ വെച്ചിട്ട് പൊക്കി വെച്ചേക്കാണ്. പിന്നെ ഇടക്ക് വന്ന് ഇതിന്റെ കോഡക്സിനൊക്കെ വല്ല ഞങ്ങളുണ്ടോ എന്നൊക്കെ ഇടക്ക് നോക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ പാരപ്പറ്റിന്റെ മുകളിലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാനന്ന് പറഞ്ഞില്ലായിരുന്നു, എന്റെ 2 ചെടി നിലത്ത് വീണു. അതിലൊരെണ്ണം ചതഞ്ഞ് ഒരുമാതിരി സേവ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറിയാൻ പാടില്ല, ഈ മഴയുടെ തണുപ്പൊക്കെ കാരണം ഈ അടീനിയത്തിന് അങ്ങനെയും ചില കുഴപ്പങ്ങളുണ്ടല്ലോ. ഒരെണ്ണം അങ്ങോട്ട് ചതഞ്ഞു പോയി. അവിടെയൊക്കെ കട്ട് ചെയ്ത് സാഫൊക്കെ തേച്ചിട്ടുണ്ട്. രക്ഷപ്പെട്ട് കിട്ടിയാൽ ഭാഗ്യം. അപ്പൊ ദാ ഇങ്ങനെ ഞാൻ എൻ്റെ ഭൂരിഭാഗം ചെടികളും ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചേക്കണത്. പോട്ടിംഗ് മിക്സിന്ന് എടുത്ത് പൊക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വന്ന് കോഡക്സ് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കും. അങ്ങനെയൊക്കെ. ഇതൊക്കെ നമ്മുടെ പുതിയ ഞാൻ അന്ന് പോട്ട് ചെയ്യണ കാണിച്ചില്ലേ. പക്ഷെ എന്നാലും അതിലൊക്കെ പൂവിടണുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഇത് ഞാൻ പോട്ടിംഗ് മിക്സിന്ന് ഈ ചെടിയെടുത്ത് പൊക്കി വെച്ച് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അവിടെ ഇരുന്ന് പൂവൊക്കെ ഇട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ദേ നമ്മുടെ അത് പോയി, നിലത്തേക്ക് പോയി. ഇവിടെ നമ്മുടെ ഫാത്തിമയില്ലേ, ഫാത്തുമ, അതൊക്കെ നല്ല പൂക്കളാണ്. ഈ മഴയത്ത് ഇരുന്നിട്ടാണ് ഇങ്ങനെ പോയത്. പിന്നെ ഫാത്തുമ്മയുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അതൊക്കെ ദേ ഞാനിങ്ങനെ ഒന്നെടുത്ത് പതുക്കെ ഒന്ന് പൊക്കി വെച്ച് കൊടുത്തതാണ്. ഈ രീതിയിലൊക്കെയാണ് പോട്ടിംഗ് മിക്സ് ഉണ്ട്. പക്ഷെ പോട്ടിന്ന് ഒന്നെടുത്ത് പൊക്കി വെച്ചേക്കാണ്. എല്ലാവരും നല്ല രീതിയിൽ എന്നിട്ടും ഇരുന്ന് പൂവിടണുണ്ട് കേട്ടോ. നോക്കി, ഇതൊക്കെ കണ്ടില്ലേ, എൻ്റെ ഒരു നാടൻ സുന്ദരിയാണേ. അപ്പൊ ഇതും ഈ മഴയത്താണ് ആദ്യമായിട്ട് പൂവിട്ടേക്കുന്നത്. ഒരു റെഡ് സിംഗിൾ പെട്ടൽ. ഇതും ഞാനിങ്ങനെ എടുത്ത് പോട്ടിംഗ് മിക്സിന്ന് എടുത്ത് മാറ്റി വെച്ചെങ്കിലും അത് അവിടെ ഇരുന്ന് മുട്ടിടുകയും പൂവിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ. പിന്നെ വേറെ ഇത് നമ്മുടെ ഒരു സീഡ് ഗ്രൗണ്ട് മൾട്ടിപ്പെറ്റലാണ് കേട്ടോ. അതിൽ കുറെ പൂക്കള് സിംഗിൾ പെറ്റലായിട്ടും വന്ന് 1-2 നോക്കാം മൾട്ടിപ്പെറ്റലായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും പോട്ടിംഗ് മിക്സിന്ന് മാറ്റിയിട്ടില്ല. നമ്മുടെ സീഡ് ഗ്രൗൺ ആയതുകൊണ്ടും വലിയ കുഴപ്പമില്ലെന്ന് തോന്നിയിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തോട്ടെ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, അപ്പോ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.